ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ്. ഞാൻ രാവിലെ ഞാൻ ഒരു ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? ലേറ്റായി എണീച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം ഞാൻ പോകും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീച്ച് ചെയ്യുക. ഞാൻ 7 മണിക്ക് എണീച്ചിടോ, 7-7:30-7:30-ക്കുള്ളിലാണ് എണീച്ചത്. ഞാൻ വിചാരിച്ചു ഇല്ലേ, നമ്മൾ ഈ ക്യാമറ സെറ്റ് ചെയ്യുക അതൊന്നും ആ ഒരു സമയത്ത് നടക്കുകയില്ല. ഞാൻ എപ്പോഴും 9:00 എന്നോട് എത്താൻ പറഞ്ഞാൽ ഞാൻ 9:45 എത്തുള്ളൂ. അത്ര ലേഖനം കേസ്. ഇത് കോളേജ് പഠിക്കുമ്പോഴും ആവട്ടെ, വർക്കിന് പോകുമ്പോഴും ആവട്ടെ. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് റൊട്ടീൻ വീഡിയോയ്ക്ക് പോകാം. ഇപ്പം ഞാൻ എണീച്ചിട്ട് ഒരു തേങ്ങ ഞാൻ മുഖത്ത് ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് ആദ്യം പറ്റി മുഖം കഴുകണം. ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ, പിന്നെ സാധാ കാര്യങ്ങളൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അപ്പൊ നമ്മള് ബാത്റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ബാത്റൂം ടൂർ അല്ല ചെയ്യുന്നത്. നമ്മൾ വന്നിട്ട് ഫേസ് വാഷ് ചെയ്യണം ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ നമുക്ക് ക്യാമറ സെറ്റ്, ഞാൻ ഇവിടെ തന്നെയാണ് മുഖം കഴിക്കുന്നത് കാണിച്ചില്ലാന്ന് വിചാരിച്ചു. എന്നിട്ട് ക്യാമറയുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ കൈ നന്നായി കഴുകിയിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാമല്ലോ. നമ്മൾ ഉണ്ടാണ്ടിരിക്കുവോ? എന്റെ വീട്ടിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതാണ് ഞാൻ ഫുള്ളായിട്ട് ഓൺ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഹോം ടൂർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ റീസൺ എന്താണ്. എനിക്ക് ഹോം ടൂർ നല്ല ഇടാം. നമുക്ക് 10 ആയിട്ട് തന്നെ ഇടാറോ. അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്. അപ്പൊ ഞാൻ മുഖം എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ലിപ് ബാം മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിച്ച് വന്ന ശേഷം കുറച്ച് വെള്ളം കുടിക്കും. കുറച്ച് വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് നമുക്ക് ഒരൊറ്റടിക്ക് എല്ലാം റുട്ടീനിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ അങ്ങനെയാണ് കുടിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കും, വെള്ളം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും നേരെ ടൈം ഉണ്ടാവില്ല. ഞാൻ അടുക്കളയിൽ പോകുന്ന ഒരു ഗ്ലാസ് വെള്ളം വേഗം കുടിക്കുന്നു, റൂമിൽ പോകുന്നു, മാറ്റുന്നു, പോകുന്നു, ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ ആയതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ ഓരോന്ന് നേരെ കാണിച്ചു തരാണ് കേട്ടോ. ശരിക്കും എൻ്റെ റുട്ടീനൊക്കെ ഫാസ്റ്റാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇത് എത്രാമത്തെ ടേക്കാണെന്ന് അറിയുമോ? ഞാനിവിടെ എടുക്കുമ്പോൾ മിക്സീൻ്റെ സൗണ്ട്, അമ്മേൻ്റെ സൗണ്ട്, അനിയൻ്റെ സൗണ്ട്, വേറെയുള്ളവരൊക്കെ സൗണ്ട്, പാത്രത്തിൻ്റെ സൗണ്ട്, അതിനും പോരാണ്ട് നാട്ടുകാരുടെ സൗണ്ട്, അതും ഇല്ലാണ്ട് പട്ടി, പൂച്ച, പല്ലി ഒക്കെ ഇതിന് സൗണ്ട് ഉണ്ട്. ഒന്ന് കാണാനായിട്ടുണ്ട്. ഇനി ഒന്ന് മേലെ എഴുതി വരും. മേലെ എഴുതി ഡ്രസ് മാറ്റി വന്നിട്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ കോസ്റ്റ്യൂം എന്താണെന്ന് കാണിച്ചില്ല ഗൈസ്. ഒരു ഷർട്ടും ജീൻ പാൻറ്റും ആണ്, അത്രേ ഉള്ളൂ. നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസ്ഡ് ഇടാണ്. എൻ്റെ മുഖം ഭയങ്കര ഓയിലി ആക്കും കേട്ടോ. ഇങ്ങനെ ഇടണം. ഞാൻ ആദ്യം തന്നെ വന്നിട്ട് ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ലിപ്സ്റ്റിക്കാണ് നെക്സ്റ്റ് ഇടാൻ പോകുന്നത്. എനിക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന പരിപാടിയിലാണ്. ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കളർ ഷെയ്ഡ് വന്നിട്ട് റെഡ് ആയിരിക്കും മിക്കതും. റെഡ് ഇല്ലെങ്കിൽ ബ്രൗൺ, ആ ഒരു ഇടയിൽ കിടക്കുന്ന ഒരു സംഭവമായിരിക്കും. ഒരു ലിപ്സ്റ്റിക് അപ്പുറത്ത് നിറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെയാണ്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ടു. ദെൻ നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടാം. ക്യാരയിൽ നോക്കിയിട്ട് ഇടാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഇടലൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ 2 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ ഇടുന്നത്. പല ടൈമിൽ ഞാൻ പല ലിപ്സ്റ്റിക്കാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതാ ഷെയ്ഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ കഴിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ 2 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ഫേസസ് കാനഡേൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടില്ല. തുറക്കാൻ കിട്ടുന്നില്ല ഗൈസ്. സൂര്യൻ തുറന്നിരൂ, പറ്റുള്ള ഐലൈനർ എന്തായാലും തുറക്കാൻ കിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ഫേസസ് കാനഡേൻ്റെ തന്നെ മസ്കാരയാണ്. രണ്ടും കോംബോ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് തുറക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് അറിയാൻ പാടില്ല.
അപ്പുറത്തെ ആൾക്കാർ നിൽക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ശരിയുണ്ട്. എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു സുഖമല്ല. ഓക്കെ, ഞാൻ കണ്ണാടി യൂസ് ചെയ്തിട്ട് ഇടാം. ശേഷം നമ്മളൊരു ഐലൈനർ ഇട്ട് കൊടുക്കും. ഐലൈനർ ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ മുഖം എന്താ പറയുക, ഒരു പനി പിടിച്ച ആൾക്കാർക്കുള്ളില്ലേ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പൗഡർ ഇട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ലിപ്സ്റ്റിക്കും ഐലൈനർ എന്തായാലും വേണം. ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം എനിക്കിത് നോക്കിയിട്ട് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് എഴുതണം. ഒരു കണ്ണ എഴുതി കഴിഞ്ഞു ഗൈസ്, അടുത്ത കണ്ണ എഴുതണം. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്നെ കാണുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണോ അതോ എൻ്റെ മോർണിംഗ് റുട്ടീൻ ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്ത് പോയതാട്ടോ. കുറേ സമയമുള്ളതുകൊണ്ട് നമുക്ക് 9 മണി വരെ സമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് പറ്റിച്ചൊക്കെ കാണിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പിന്നെ കുറവുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. മര്യാദയ്ക്കല്ല ഞാൻ ഇട്ടിട്ടുള്ളത്, കാരണം എന്താ വെച്ചാൽ ഇതിൽ നോക്കിയിടുമ്പോൾ എനിക്കൊരു ഓക്കെ ലിപ്സ്റ്റിക്കിട്ട് എനിക്ക് ആരെങ്കിലും ഉമ്മച്ചണം. ഞാനൊരു വികാരജീവിയാണ്. ഫൈനൽ ആയിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മോയ്സ്ചറൈസർ മാത്രമാണ് മുഖത്തിട്ടിട്ടുണ്ടായിരുന്നത്, പൗഡറൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്. കഴിഞ്ഞ കേസ് നമ്മൾ ഒടുക്കുന്ന കഴിഞ്ഞ കേസ്. എത്ര സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി നമ്മൾ മുടി കെട്ടുന്ന പരിപാടികളാണ്. മുടി അങ്ങനെ ഞാൻ കെട്ടുന്നില്ല. ഈ ഒരു കോസ്റ്റ്യൂമിന് ലൈക്ക് എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഒരു പോയിന്റ് കെട്ടുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അതാണെങ്കിൽ ഫ്രണ്ടിക്ക് മുടിയും വരില്ല. സെറ്റോ ഞാൻ ആദ്യം ഈ മുഖത്ത് 2 സംഭവങ്ങൾ ഇടും. 2 അല്ല, എൻ്റെ മിക്ക വീട്ടിൽ നിൽക്കണ കുറേ ഇങ്ങോട്ട് വാരി വലിച്ചിടും. ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മുടി ഇടുക കേട്ടോ, കുറേ മുടികൾ ഇടരുത്. നമ്മുടെ മുഖത്തിന് ഭയങ്കര ഡാമേജ് ആക്കും. നമ്മൾ പിമ്പിൾസൊക്കെ ആക്നീസൊക്കെ ഉള്ള സ്കിൻസ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ചെയ്യരുത്. എനിക്ക് പറ്റിയ തെറ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് പറ്റിയ തെറ്റ് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മുടിക്ക് നമുക്ക് ഇടാം, നമ്മുടെ മുഖം ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ഇടലില്ല കേട്ടോ. ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ഇടാന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ മുടി കളർ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. മുടി കെട്ടിയൊന്നും ശരിയല്ല, എനിക്കിങ്ങനെ ക്യാമറ നോക്കി കെട്ടണമെന്നും വലിയ പിടുത്തമില്ല. നമ്മൾ സൂര്യൻ്റെ വാച്ചൊന്നും എടുത്തിട്ട് വാ. ഞാനൊന്നും ഇടലില്ല, പക്ഷെ അതിന് കാണുന്ന ഒരു അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ മുടി കെട്ടൽ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളൊരു വാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കോസ്റ്റ്യൂമിന് വേണ്ടി. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ലിപ്സ്റ്റിക് ഒന്നും കൂടി 2ാമത്തെ പ്രാവശ്യം ഇടല്. പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇട്ടു. നമുക്ക് ചായ കുടിക്കാം, ഇനി ചായ കിട്ടില്ല. ഇവിടെ ചായൻ്റെ ഭ്രാന്താണ്. തിരില്ല ഗൈസ്, കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരില്ല. ചായ കുടിയൊക്കെ നിർത്തണം വിചാരിക്കും, പക്ഷെ സത്യം പറഞ്ഞാൽ ചായ ഒരു അഡിക്ഷനാണ്. നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല കേട്ടോ. മേ ബി പച്ചയായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ എങ്ങനെ നിർത്തിയാലും രാവിലത്തെ വേണമെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. പക്ഷെ വൈകുന്നേരം എനിക്ക് എന്തായാലും ചായൻ്റെ പിന്നെ കളിയും വേണം. മേ ബി എൻ്റെ ഫുഡിൻ്റെ ഒരു റുട്ടീൻ ശരിയാകാത്തതുകൊണ്ടായിരിക്കാം പിമ്പിൾസ് വരുന്നത്. എനിക്കറിയില്ല കറക്റ്റ് എന്താ റീസൺ എനിക്കറിയില്ല. നോക്കാം, നമുക്കെല്ലാം റെഡിയാവും, എല്ലാം നോക്കാം. നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഉള്ളിലൊന്നും ചെയ്യാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ദിവസം തന്നെ കറണ്ട് ഇല്ല, മഴയാണ്. പിന്നെ ഇമാതിരി എന്നും വരാത്ത ഇപ്പം ആൾക്കാരിപ്പോൾ ദിവസം വരാത്ത ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രം വരും. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടില് കറികൾ എന്താ വെച്ചാൽ ചിക്കൻ കറി ഉണ്ട്. ഇപ്പൊ അമ്മ വേഗം ചിക്കൻ കറി എന്തായാലും റെഡി ആവില്ല എന്ന് വിചാരിച്ചോണ്ട് രാവിലെ തന്നെ ചോറ് കഴിക്കാണ്ടാ പറഞ്ഞിട്ടാവുന്നു. നമ്മൾ കഴിച്ചിട്ട് പോകാൻ നിൽക്കണം. സമയം നല്ല വൈകിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് ന്യൂഡിൽസ് ഇപ്പിയാണ് ഗൈസ്. ന്യൂഡിൽസ് ഇപ്പി ആണ് ഗൈസ് കഴിക്കാൻ പോവാണ്.